ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും പിടികിട്ടി കാണുമല്ലോ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അസൈൻമെന്റ്സ് അതല്ലെങ്കിൽ പ്രൊജക്ട്സ് ഒക്കെ എഴുതുമ്പോൾ പറ്റിയ ബോർഡർ ഒക്കെ തേടി നടക്കുവാണെങ്കിൽ ഇങ്ങ് പോരെ നമുക്ക് ഈ ബോർഡേഴ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാനൊരു 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോർഡേഴ്സ് ആട്ടോ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബോർഡറിൻ്റെ തീം വരുന്നത് ഏറെക്കുറെ ഒരു ജ്യൂസി ടെക്സ്ചറൊക്കെ പോലെയാണ്. എന്ന് വെച്ചാൽ വീഡിയോ കാണുന്ന പോലെ ഒരു ജ്യൂസ് ഇല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഒഴുകി വരുമ്പോൾ അതിൻ്റെ ഒരു ഇതില്ലേ, ആ ഒരു സംഭവമാണ് നമ്മൾ വരച്ച് വെക്കുന്നത്. ഞാൻ ഇവിടെ ഒരു സാധനം പെൻസിൽ വെച്ച് വരച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കയ്യിലുള്ള ഇൻഡിഗോ കളർ സ്കെച്ച് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേപ്പറിൽ ഈ ഒരു തീം വരയ്ക്കുന്നത് പേപ്പറിൻ്റെ 2 ഓപ്പോസിറ്റ് കോർണേഴ്സിലായിട്ടാണ്. അതിൻ്റെ ഫില്ലിങ്സ് സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് നമ്മൾ ആദ്യം വരച്ച ഒരു ബോർഡറില്ലേ, ആ ബോർഡറിലേക്ക് 1 സെൻറ്റിമീറ്റർ ലൈന്, ദെൻ ഒരു 1/2 സെൻറ്റിമീറ്റർ വെറുതെ വിടുക, പിന്നെ 1 സെൻറ്റിമീറ്റർ ലൈന്, 1/2 സെൻറ്റിമീറ്റർ വെറുതെ വിടുക. അങ്ങനെ അതിന് ചുറ്റുമുള്ള ലൈൻസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബോർഡറിൻ്റെ ലാസ്റ്റത്തെ ലുക്ക്. അപ്പോൾ പിന്നെ നമുക്കിനി അടുത്ത തീം നോക്കാം. സെക്കൻഡ് തീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിട്ട് ഒരു ബോർഡർ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇഷ്ടമുള്ളതുപോലെ ബബിൾസ് വരയ്ക്കുക. ഇതിപ്പോൾ ചെറുതാണെങ്കിലും ശരി വലുതാണെങ്കിലും ശരി നമുക്ക് ഇഷ്ടമുള്ള സൈസ് അനുസരിച്ച് ബബിൾസ് വരച്ച് ആ ഒരു സൈഡ് ഫുൾ അങ്ങ് നിറയ്ക്കണം. അത് കഴിഞ്ഞാൽ ബബിൾസിൻ്റെ പുറത്തോടെയോ അകത്തോടെയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു പോകണം. അതിപ്പോൾ എൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ താഴ്ത്തുനിന്ന് വരച്ചെന്നുള്ളൂ, മേളിൽ നിന്ന് വരച്ചാലും താഴ്ത്തുനിന്ന് വരച്ചാലും എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്കൊരു ബ്ലാക്ക് പെൻ വെച്ച് നമ്മൾ വരച്ചേക്കുന്ന ബബിൾസിൻ്റെ അകത്തോടെ പുറത്തോടെ ഇടയിക്കൂടെ ഒക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ലീവ്സ് വരച്ചു കൊടുക്കണം. ആ ലീവ്സിൻ്റെ ഡിസൈനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേട്ടോ. ലീവ്സിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഡിസൈനും കൂടെ ഉണ്ട്, അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണം വരച്ചു പോകാൻ. ഇനി നമ്മുടെ എല്ലാ ബബിൾസിൻ്റെ ഉള്ളിൽ വന്നേക്കുന്ന ലീഫിൻ്റെ പാർട്സും ഒന്ന് യെല്ലോ സ്കെച്ച് വെച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ബോർഡർ ലൈന് ഒരു ബ്ലാക്ക് പെൻ വെച്ചിട്ട് 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ 1/2 സെൻറ്റിമീറ്റർ വ്യത്യാസത്തിലൊന്ന് വരച്ചു കൊടുക്കുക. അറ്റ് ലാസ്റ്റ് നമ്മൾ ബ്ലാക്ക് ഇങ്ക് വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള ബോർഡറിൻ്റെ മേളിലൂടെ യെല്ലോ സ്കെച്ച് വെച്ച് ജസ്റ്റ് ഇങ്ങനെ വരയിട്ട് കൊടുക്കുക. 3 സൈഡിൽ വരയിടണം കേട്ടോ. എന്തായാലും ആ സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സെക്കൻഡ് ബോർഡറിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എന്നാൽ പിന്നെ മൂവ് ടു ദ നെക്സ്റ്റ്. ഈ ഒരു ബോർഡറിൻ്റെ തീം വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവർ തീമിലാണ്. നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ആദ്യത്തെ തീം പോലെ തന്നെ 2 ഓപ്പോസിറ്റ് കോർണേഴ്സിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ സെറ്റ് ചെയ്യേണ്ടത് ഏതൊരു കോർണറിലാണോ ആ 2 കോർണറിലെയും ലൈൻസ് ഒന്ന് വേവി ആയിട്ട് വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്ന പോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ചെടുക്കുക. ഫ്ലവറിൻ്റെയും ലീഫിൻ്റെയും മിക്സ് ആണ് നമ്മുടെ ഈ തീം. അതുകൊണ്ട് തന്നെ ആ 2 കോർണേഴ്സിലെയും ലൈൻസിൽ മാക്സിമം ഫ്ലവറും ലീഫും കൂടെ അത്യാവശ്യം വൃത്തികേടില്ലാത്ത രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പെൻസിൽ വെച്ച് വരച്ച പൂവേലയൊക്കെ ഒരു ബ്ലാക്ക് ഇങ്ക് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ 2 കളേഴ്സും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അറ്റ് ലാസ്റ്റ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻസ് ആ ഒരു ഫ്ലവറിൻ്റെ കളർ വെച്ച് തന്നെ വരച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ തേർഡ് തീമും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഈ ഒരു തീം അത്യാവശ്യം ഫ്രീ സ്റ്റൈലാണ്. നമുക്ക് സ്കെയിലോ പെൻസിലോ സ്കെയിലില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അധികം പരിപാടിയൊന്നുമില്ല. വീഡിയോയിൽ കാണുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സെമി സർക്കിൾസ് അല്ലെങ്കിൽ സെമി ഓവൽസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വരച്ച ഷേപ്സിൻ്റെ മേളിൽ കൂടെ ഒരു എക്സ്ട്രാ ലൈനും കൂടെ വരയ്ക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ഗ്യാപ്പ് ഇട്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു കളർ സ്കെച്ച് എടുത്തിട്ട് ആ ഷേപ്സിൻ്റെ ആക്കം ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലെ കളർ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് വരച്ച ആ ഒരു ഗ്യാപ്പ് ഇട്ട് വരയില്ലേ, ആ വരെ ഒന്ന് ഏതെങ്കിലും ബ്ലാക്ക് സ്കെച്ചോ ബ്ലാക്ക് മാർക്കറോ യൂസ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക. ഇതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് മൂണിനെയൊക്കെ വരച്ചു കൊടുത്ത് അതൊന്ന് കളർ ചെയ്തിട്ട് പിന്നെ ഇഷ്ടമുള്ള എടുത്ത് 2-3 കുത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമുക്കൊരു സാഹസികതയാണ്. വേറെ ഒന്നുമില്ല, ഈ ഡാർക്ക് കളറിൽ ബ്ലാക്ക് ഇങ്ക് വെച്ച് ലീഫ് വരയ്ക്കുമ്പോൾ വിസിബിൾ ആകാൻ ചാൻസ് ഇല്ല, പക്ഷെ ഞാൻ വരച്ച് പോയി. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് കളർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മുടെ മാർക്കർ സ്കെച്ചോ അതല്ലെങ്കിൽ ഹൈലൈറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലീഫ് വരയ്ക്കുമ്പോൾ പ്രത്യേക ഭംഗിയുണ്ടാവും, കാരണം ആ ലീഫ് എടുത്ത് കാണിക്കും. എന്തായാലും നമ്മുടെ ഡെക്കറേഷനൊക്കെ ആയിട്ടുള്ള ബോർഡറിന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എന്നാൽ പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ തീമും കൂടെ കാണാം. ഈ ഒരു തീമും ഫ്രീ ഹാൻഡ് ആണ്, നമുക്ക് അളവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നമ്മൾ ബോർഡർ വരയ്ക്കാൻ പോകുന്ന പേപ്പറിന്റെ 4 കോർണറിലായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ ഒരു ഷേപ്പിൽ ലൈൻസ് വരച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഒരു മജന്ത അല്ലെങ്കിൽ ഒരു റോസ് കളർ സ്കെച്ച് വെച്ച് അതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നുണ്ട്. ഔട്ട്ലൈൻ വരച്ച് സെയിം കളർ കൊണ്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്ക് മാർക്കറോ അതല്ലെങ്കിൽ ബ്ലാക്ക് സ്കെച്ചോ യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു ഡിസൈന് വരച്ചു കൊടുക്കുക. ഇതിലാകെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ രണ്ടാമത് വരയ്ക്കുന്നത് സ്കെച്ചാണെങ്കിലും മാർക്കറാണെങ്കിലും അത് ആദ്യം വരച്ച കളറുമായിട്ട് കൂടിക്കലരാതെയോ പരക്കാതെയോ ഉള്ള ഒരു പ്രിക്കോഷൻ എടുക്കണം. അറ്റ് ലാസ്റ്റ് ഈ ഒരു ഡിസൈനും കൂടെ നമുക്ക് തോന്നുന്നിടത്തൊക്കെ ഒന്ന് വരച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റത്തെ ബോർഡറും സെറ്റായി. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.